കഴിഞ്ഞ ദിവസം റാൻഡമായിട്ട് ഇൻസ്റ്റയിൽ കൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഞാൻ കണ്ടത്. അപ്പോഴേ വിചാരിച്ച് അന്ന് ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. വന്നിപ്പോ ആർട്ട് ചെയ്യാനോ ക്രാഫ്റ്റ് ചെയ്യാനോ ഒന്നും ഉള്ള താല്പര്യം എനിക്കില്ലെന്നേ. മേ ബി അതിനുള്ള കഴിവ് എനിക്കില്ലാത്തോണ്ടായിരിക്കാം. അങ്ങനെ കഴിഞ്ഞ ദിവസം കോളേജിൽ പോയപ്പോൾ കുഞ്ഞു കാറുകൾ തപ്പിയുള്ള എന്റെ പ്രയാണം ആരംഭിച്ചു. കാർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രെയിം കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ അധികം കഷ്ടപ്പാടില്ലാതെ അത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു തരത്തിൽ അതൊക്കെ ഒപ്പിച്ച് ഞാൻ വീട്ടിലെത്തി എന്റെ കാറും ഫ്രെയിമും എല്ലാം അൺബോക്സ് ചെയ്തു. ഈ ഇത്രയും പ്രോസസ്സിലും ഈ ഫ്രെയിമിൽ നിന്ന് സ്റ്റിക്കർ വിളിച്ചപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. ഇനിയിപ്പോ ഈ ഫ്രെയിമിനകത്തൊരു ഫോട്ടോ വേണമല്ലോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊന്നും ഇടാൻ ഞാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പിന്നെ ഞാനത് പുറത്തു കൊടുത്ത് ഏൽപ്പിച്ചു. ഈ എൻറ്റയർ പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാറുകളുടെ പേരറിയില്ല. ChatGPTയോടും ഗൂഗിളിനോടും ഒക്കെ ചോദിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ മനസ്സിലാവാത്തത് പുറത്തു കാണിക്കണ്ടെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. എന്റെ അടുത്ത സംശയം ഈ കാർ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പിന്നെ കുറെ ആലോചനകൾക്കൊടുവിൽ ഞാൻ എങ്ങനെയൊക്കെയോ അത് വെച്ചു. ഇനി ഇതിന്റെ ബാക്കിയും വേറൊരു ബ്ലാക്ക് ഫ്രെയിമും കൂടെ ഞാൻ ചെയ്യാൻ എടുത്തു വെച്ചിരുന്നില്ലായിരുന്നു. അത് രണ്ടും കൂടി ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഓക്കെ, ബൈ.